തൃശൂരിൽ മുൻ DCC സെക്രട്ടറിയും മുരളീധര പക്ഷക്കാരനുമായ സജീവൻ കുരിയച്ചിറയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഇന്നലെ രാത്രിയാണ് സജീവന്റെ വീട് ആക്രമിച്ചത്. ഉച്ചയ്ക്കും അക്രമികൾ വീട്ടിലെത്തിയിരുന്നതായി സജീവൻ കുരിയച്ചിറ പറഞ്ഞു. DCCയിലുണ്ടായ കയ്യാങ്കളിയുടെ പേരിൽ സജീവനെ കഴിഞ്ഞ ദിവസം സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ അവിടെ തൃശ്ശൂരിൽ നടക്കുന്നത് ഒരു നാടകീയ സംഭവ വികാസങ്ങളാണ്. ഒന്നിന് പിന്നാലെ ഒന്നായി സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. സജീവൻ കുരിയച്ചിറെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു. ഒപ്പം വള്ളൂരിന് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. വിൻസെൻ്റ് രാജിവെച്ചു. അപ്പോൾ വലിയ വൈകാരികമായ രംഗങ്ങളൊക്കെ ഇന്നലെ നമ്മൾ DCC ഓഫീസിൽ കണ്ടു. ഇതെന്താണ് സംഭവിച്ചത്? ഇതിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് എന്തെങ്കിലും ക്ലൂ നൽകുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ കഥകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒന്നും തീരുന്നില്ല. അതിൻ്റെ ഒടുവിലത്തെ പ്രശ്നമാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയോട് 9 മണിയോടുകൂടിയാണ് സജീവൻ കുരിയച്ചിറിൻ്റെ തറവാട്ട് വീട്ടിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതിനുശേഷം ഇപ്പോഴത്തെ അപ്ഡേറ്റ് പറയാം. ഇപ്പോൾ ഇന്നലെ രാത്രി നാം ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ 2 ചെടിച്ചട്ടി ഇവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ജനലിൻ്റെ ഒരു ഭാഗത്തെ ചില്ല് തകർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ ഭാഗത്തെ ചില്ലാണ് തകർന്നിരിക്കുന്നത്. പിന്നെ താഴെ 2 ചെടിച്ചട്ടി തകർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി 2 കാറിലെത്തിയ സംഘം ഇവിടെ ആക്രമിച്ചുവെന്നാണ് സജീവൻ കുരിയച്ചിറ വ്യക്തമാക്കുന്നത്. സജീവൻ കുരിയച്ചിറ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാതാവും അതുപോലെ തന്നെ സഹോദര ബന്ധുക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമീപ പ്രദേശങ്ങൾ മുഴുവൻ CCTVകളും പരിശോധിക്കുന്നു. നിറയെ വീടുകളുള്ള ഒരു ഏരിയയാണ്. അത് ഒട്ടുമിക്ക വീടുകളിലും CCTV ഉണ്ട്. കാരണം അത്ര വലിയ വീടുകളാണ് ഈ സമീപത്തൊക്കെ ഉള്ളത്. ഈ സമീപത്തൂടെ വാഹനം കടന്നു വന്ന സംബന്ധിച്ച അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതികളെ സംബന്ധിച്ചുള്ള ഒരു സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വിവിധ വശങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഉള്ളിലെ കയ്യാങ്കളി തുടങ്ങി മറ്റെല്ലാ വശങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്നത് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് അക്രമി സംഘം ഇവിടെ എത്തിയിരുന്നു എന്നാണ് സജീവൻ കുരിയച്ചിറ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയ്ക്കും പിന്നീട് രാത്രിയും ഒരു അക്രമി സംഘം ഇവിടെ വരണമെങ്കിൽ അതിനൊരു വ്യക്തമായ ഒരു കാരണമുണ്ടാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ കോൺഗ്രസിനകത്തെ പ്രതിസന്ധി രൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. ഇന്നലെയാണ് സജീവൻ കുരിയച്ചിറയെയും പിന്നെ ML ബേബിയെയും, രണ്ടുപേരും DCC സെക്രട്ടറിമാരാണ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കയ്യാങ്കളിയുടെ പശ്ചാത്തലത്തിൽ രണ്ടുപേരെയും KPCC സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ UDF ചെയർമാനായ MP വിൻസെൻ്റ് രാജിവെച്ചിരുന്നു. ശ്രീകണ്ഠൻ അടുത്ത ദിവസം വന്ന് തൃശ്ശൂരിലെ പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് കലങ്ങി മറിഞ്ഞ് ഇരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ മാറിയാലും തൃശ്ശൂരിലെ അല്ലെങ്കിൽ രാജികളുണ്ടായാൽ പോലും തൃശ്ശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം അത്ര പെട്ടെന്നൊന്നും ശാന്താവില്ല. അതായത് ചരിത്രം അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിലെ കരുണാകരനിൽ നിന്ന് തുടങ്ങുന്ന വിഭാഗീയത, അതായത് ഗ്രൂപ്പ് രാഷ്ട്രീയം, അതിൻ്റെ എല്ലാ സീമകളും ഓരോ ഘട്ടങ്ങളിലും ലംഘിച്ചു പോയിട്ടുള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിലാണ് DIC എന്ന കരുണാകരൻ പാർട്ടി രൂപീകരിച്ച പാർട്ടി പ്രഖ്യാപനം നടന്ന സ്ഥലം തൃശ്ശൂരാണ്. അത്തരത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ചരിത്രം ഒരു തുടർക്കഥ പോലെ വരികയാണ് എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. കോൺഗ്രസിനെ ഇനിയിപ്പം മുന്നോട്ട് ഒരു ഭാഗത്ത് സജീവൻ കുരിയച്ചിറയെ സസ്പെൻഡ് ചെയ്തു, മറുഭാഗത്ത് ജോസ് വെള്ളൂരും രാജിവെച്ചു. തുടർ നടപടികളൊക്കെ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അന്വേഷണ കമ്മീഷനൊക്കെ എത്തിയാലും ഇനി കൂടുതൽ വഷളാക്കാതെ ഈ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നത് മാത്രമല്ലേ അന്വേഷണ കമ്മീഷന് മുന്നിലുള്ളൂ. T. സിദ്ദീഖിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ രാഹുൽ ഗാന്ധി പോയതിനു ശേഷം എത്തിയാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസിനകത്ത് ഒരു അന്വേഷണ കമ്മീഷനും ഇന്നുവരെ നമ്മുടെ ഒന്നും അറിവിൽ അത്ര കടുത്ത നടപടികളിലേക്ക് പോയ ചരിത്രമില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അത്തരമൊരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂരിൽ 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം ഒരു ജയസാധ്യത പോലും നിലവിൽ UDF ചേലക്കരയിൽ കാണുന്നുണ്ട്. കാരണം രമ്യ ഹരിദാസും അതുപോലെ തന്നെ K. രാധാകൃഷ്ണനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം, ചേലക്കരയിലെ വോട്ട്
വ്യത്യാസം വെറും 5000-6000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു 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 അട്ടിമറി അവിടെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തിൽ പ്രതീക്ഷിക്കേണ്ടത് തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്. സംസ്ഥാന നേതൃത്വം വലിയ പ്രതീക്ഷ ആ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ കോൺഗ്രസിലേക്ക് ഒരു അന്വേഷണ കമ്മീഷൻ വന്നാലും അതിൻ്റെ റിപ്പോർട്ട് അടുത്ത കാലത്തൊന്നും വരാൻ സാധ്യതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരിയാണ് കേട്ടോ. ഏറ്റവും മിക്കവാറും എല്ലാ അന്വേഷണ കമ്മീഷനുകളും കോൺഗ്രസിന്റെ അന്വേഷണ കമ്മീഷനുകളുടെ എല്ലാം ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. പെട്ടെന്നുണ്ടാക്കുന്ന ഒരു താപനില, ഇങ്ങനെ ഉയരുന്ന താപനിലയെ ഒന്ന് തണുപ്പിക്കുക എന്നത് മാത്രമായിരിക്കും കോൺഗ്രസ് അന്വേഷണ കമ്മീഷൻ ലക്ഷ്യമിടുക. എന്തായാലും താങ്ക് യു ജെയ്സൺ. നമുക്ക് ആ